താങ്ക് യു സിസ്റ്റർ മേരി കൊരവയ്ക്കലിന് വളരെ നന്ദി. വടക്കേ അമേരിക്കയിലുള്ളവർക്ക് ഗുഡ് ഈവനിങ്, ഇന്ത്യയിലുള്ളവർക്ക് ഗുഡ് മോർണിംഗ്. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഇങ്ങനെ കൂടി വരാൻ ദൈവം അവസരം തന്നതിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം വാർത്തകളെല്ലാം കാണുന്ന ഈ സെപ്റ്റംബർ 23 ഈ മാസം സെപ്റ്റംബർ 23, 2025 റാപ്ചർ വരുമെന്നും പറഞ്ഞാണ് ഒരു കൂട്ടരിയിരിക്കുന്നത്. യൂട്യൂബിലും ടിക്ടോക്കിലും എല്ലാം ഉണ്ട്. ഇപ്രാവശ്യം അധികം പേരില്ല എന്ന് പറയാൻ സൗത്ത് ആഫ്രിക്കയിലെ ഒരാളാണ് സ്വപ്നം കണ്ടത്. അതിന്റെ ബേസിസിലാണ്. അതുപോലെ തന്നെ വേറെ ഞാൻ നേരത്തെ പ്രസ്താവിച്ചതുപോലെ 2023 ഒക്ടോബർ 21 റാപ്ചർ വരുന്ന ബൈബിൾ കോഡ്. അത് അമേരിക്കയിലെ വള്ളക്കാരായതുകൊണ്ട് അനവധി മില്യൺസ് ഓഫ് ആൾക്കാർ ഫോളോ ചെയ്തത്. നമ്മുടെ ഒരു കേരള ഭരണത്തിലെ ഒരു പ്രമുഖനും അത് വിശ്വസിച്ച് അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ പിന്നെ അതിനു മുമ്പാണ് 2017 സെപ്റ്റംബർ 23 ജൂപ്പിറ്റർ ലിയോയിൽ കയറിയിട്ട് അത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രമുഖനായ ബ്രദർ ഉപദേശിയുടെ ജനറേഷനിലുള്ള ഒരാളും അതിന്റെ പ്രൊപ്പറേറ്റർ ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, യൂട്യൂബിലൊക്കെ നോക്കിയാല് വളരെ ഇന്ന് ഇപ്പം ഈ ലോകത്തിലെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഒത്തിരി പേര് ആൾക്കാരെ പേടിപ്പിച്ച് വളരെ യുദ്ധം വരുന്നു, അവിടെ 3-4 ലോകമഹായുദ്ധം വരുന്നു, ലോകം അവസാനിക്കുന്നു പറഞ്ഞ് വീഡിയോ ഒക്കെ എടുക്കണം. അതുകൊണ്ട് നമ്മൾ വളരെ ജാഗ്രതമായിട്ടിരിക്കണം. അത് പറയാണ്, നമ്മൾ വചനത്തിൽ നമ്മൾ രൂഢമൂലമായിട്ട് നമ്മൾ അത് ബൈബിൾ എന്ത് പറയുന്നു, രണ്ടാം വരവ് യേശുക്രിസ്തു പറയുന്ന പുത്രന് പോലും അറിഞ്ഞുകൂടാ, ആർക്കും നേരവും നാഴിയും അറിഞ്ഞുകൂടാ എന്ന് പറയുമ്പോൾ നമ്മൾ ജാഗ്രതയായിട്ടിരിക്കേണ്ടത് ആവശ്യമുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് 18-ാം അധ്യായം, വെളിപാട് പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 10 വരെ വാക്യങ്ങളാണ് വായിച്ചത്. ഇന്ന് അത് എൻ്റെ 10 മുതൽ ഉള്ള 24 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും വെളിപാട് പുസ്തകം 18-ന്റെ 10 മുതൽ 18 വരെ ഒരു സഹോദരിയും 19 മുതൽ 24 വരെ വേറൊരു സഹോദരിയും വായിക്കുക. അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോണെ, ബലമേറിയ പട്ടണമേ, 1 മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നല്ലോ എന്ന് പറയും. ഭൂമിയിലെ വ്യാപാരികൾ പൊന്ന്, വെള്ളി, രത്നം, മുത്ത്, നേരിയ തുണി, ധൂമ്രവസ്ത്രം, പട്ട്, കടും ചുവപ്പ്, ചന്ദനത്തരങ്ങൾ, ആനക്കൊമ്പ് കൊണ്ടുള്ള സകലവിധ സാമാനങ്ങൾ, വിലയേറിയ മരവും പിച്ചളയും ഇരുമ്പും മരക്കല്ലും കൊണ്ടുള്ള ഓരോ സാമാനം, ലവംഗം, ഏലം, ധൂപവർഗം, മൂറ്, കുന്തുരുക്കം, വീഞ്ഞ, എണ്ണ, നേരിയ മാവ്, ഗോതമ്പ്, കന്നുകാലിക, രഥം, മാനുഷദേഹം, മനുഷ്യ പ്രാണന്, ഈ ചരക്ക് ഇനി ആരും വാങ്ങായികയാൽ അവളെ ചൊല്ലി കരഞ്ഞു ദുഃഖിക്കുന്നു. നീ കൊതിച്ച കായികനിയും നിന്നെ വിട്ടുപോയി, സ്വാദും ശോഭയും ഉള്ളതെല്ലാം നിനക്കില്ലാതായി. നീ ഇനി അവയെ ഒരിക്കലും കാണുകയില്ല. ഈ വക കൊണ്ട് വ്യാപാരം ചെയ്ത് അവളാൽ സമ്പന്നരായവർ അവൾക്കുള്ള പീഡ ഭയപ്പെട്ട് ദൂരത്തു നിന്നു. അയ്യോ അയ്യോ മഹാനഗരമേ, നേരിയ തുണിയും ധൂമ്രവർണ്ണവും കടും ചുവപ്പും ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളെ, ഇത്ര വലിയ സമ്പത്ത് 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു ദുഃഖിക്കും. ഏതു മാലുമിയും ഓരോ ദിക്കിലേക്ക് കപ്പലേറി പോകുന്ന ഏവനും കപ്പൽക്കാരും കടലിൽ തൊഴിൽ ചെയ്യുന്നവരൊക്കെയും ദൂരത്ത് നിന്ന് അവരുടെ ദഹനത്തിന്റെ പുക കണ്ട് മഹാനഗരത്തോട് തുല്യമായ നഗരം എന്ന് വിളിച്ചു പറഞ്ഞ് അവർ തലയിൽ പൂഴി വാരിയിട്ടുകൊണ്ട്, അയ്യോ അയ്യോ, കടലിൽ കപ്പലുള്ളവർക്ക് എല്ലാം തന്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞും ദുഃഖിച്ചും കൊണ്ട് നിലവിളിച്ചു. 20 മുതലുള്ള വാക്യങ്ങള്. സ്വർഗമേ, വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളവരെ, ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയത് കൊണ്ട് അവളെ ചൊല്ലി ആനന്ദിപ്പി. പിന്നെ ശക്തനായ ഒരു ദൂതൻ തിരികല്ലോളം വലുതായ ഒരു കല്ല് എടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞു പറഞ്ഞത്, ഇങ്ങനെ ബാബിലോൺ മഹാനഗരത്തെ ഹേമത്തോടെ എറിഞ്ഞു കളയും, ഇനി അതിനെ കാണുകയില്ല. വൈണികന്മാർ, വാദ്യക്കാർ, കുഴലൂത്തുകാർ, കാഹളക്കാർ എന്നിവരുടെ സ്വരം നിന്നിൽ ഇനി കേൾക്കയില്ല. യാതൊരു കൗശലപ്പണിയും ചെയ്യുന്ന ഒരു ശില്പിയെയും നിന്നിൽ ഇനി കാണുകയില്ല. തിരികല്ലിന്റെ ഒച്ച ഇനി നിന്നിൽ കേൾക്കയില്ല.
വിളക്കിന്റെ വെളിച്ചം ഇനി നിന്നിൽ പ്രകാശിക്കുകയില്ല. മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരം ഇനി നിന്നിൽ കേൾക്കയില്ല. നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ മഹത്തുക്കളായിരുന്നു. നിന്റെ ക്ഷുദ്രത്താൽ സകല ജാതികളും വശീകരിക്കപ്പെട്ടിരുന്നു. പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അവളിലല്ലോ കണ്ടത്. വായിച്ച രണ്ടുപേർക്കും ദൈവനാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത് ഭൂമിയിലെ ആദ്യത്തെ ശക്തനായ ഏകാധിപതി നെബൂഖദ്നേസറിന്റെ സുവർണ രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന ബാബിലോൺ നഗരത്തെ കുറിച്ചാണ് പഠിച്ചത്. യഹൂദ ദേശവും ശലോമോൻ നിർമ്മിതമായ ദൈവത്തിന്റെ ആലയവും നശിപ്പിച്ച് രാജാവിന്റെ പട്ടണമാണ് ബാബിലോൺ പട്ടണം. ബാബേലിലേക്ക് ഇവരെ എല്ലാം പിടിച്ചുകൊണ്ട് പോയി. അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച അവസാനം കൺക്ലൂഡ് ചെയ്തത് ബാബേൽ നദികളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ബാബിലോൺ പ്രവാസ നഗരത്തില് അവിടെ ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്ന് സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. ആ 137 സങ്കീർത്തനം വായിച്ചാണ് നമ്മള് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്. 137 സങ്കീർത്തനം അവസാനത്തെ ഒരു വാക്യത്തിന്റെ ടെക്സ്റ്റ് ഞാൻ നിങ്ങൾ പലരും അയച്ചു. അതിന്റെ ഒരു വിശദാരിലും വായിച്ചായിരുന്നു. അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കല്ലുമലടിച്ച് കൊല്ലുന്നവൻ ഭാഗ്യവാനുള്ള വാക്കാണ് അവസാനത്തെ വാക്ക്. അത് ഞാൻ പ്രസ്താവിച്ചായിരുന്നു. അതിന്റെ റൈറ്റപ്പ് ഒത്തിരി പേര് ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് ഉപയോഗിക്കുന്ന വജ്രായുധമാണ് അവരുടെ യഹോവ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കല്ലിൽ എറിഞ്ഞ് കൊല്ലുവാന് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഞാനൊരു അയക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും വായിച്ചായിരുന്ന ഓർമ്മയുണ്ടോ? അപ്പൊ ആരും വായിച്ചെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഫ്യൂച്ചറിൽ അത് വ്യക്തിപരമായിട്ട് ആരെങ്കിലും പിന്നെ ഇങ്ങനെയുള്ളത് ആവശ്യമുണ്ട് റിക്വസ്റ്റ് ചെയ്താൽ അവരവർക്ക് അയച്ചു കൊടുക്കും. ഞാൻ അയച്ചായിരുന്നു. എനിവേ അത് വായിക്കുന്നത് നല്ലതായിരുന്നു. ബാബിലോൺ നഗരത്തിലെ പ്രവചനങ്ങളിൽ പ്രധാന മുഖ്യ സ്ഥാനമുണ്ട്. ഉദാഹരണത്തിന് സെഖറിയ പ്രവചനം എന്ന് നോക്കിയാല് ഈ 136 സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചപ്പോൾ അവരിരുന്ന് വിലപിക്കുന്നത് അവിടെ ബാബിലോണിലാണ്. ബാബിലോണിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം സെഖറിയ പ്രവാചകന് അവിടെ ഈ ബാബിലോണിൽ വരുന്ന നാശത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ഇന്ന് വായിക്കാൻ ഇച്ചിരി ഉള്ളത് കൊണ്ട് കുഞ്ഞുമോള് ഇല്ലതാനും നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം. സെഖറിയ പ്രവചനം 5:1 മുതൽ 10 വരെ ആരെങ്കിലും ഒന്ന് വായിച്ചാൽ ഉപകാരമായിരിക്കും. ഞാൻ വീണ്ടും തല പൊക്കി നോക്കിയപ്പോൾ പാറിപ്പോകുന്ന ഒരു ചുരുൾ കണ്ടു. അവൻ എന്നോട് നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചതിന് പാറിപ്പോകുന്ന ഒരു ചുരുൾ ഞാൻ കാണുന്നു, അതിന് 20 മുഴം നീളവും 10 മുഴം വീതിയും ഉണ്ട് എന്ന് ഞാൻ ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞത്, ഇത് സർവ്വദേശത്തിലേക്കും പുറപ്പെടുന്ന ശാപമാകുന്നു. മോഷ്ടിക്കുന്നവനൊക്കെയും അതുപോലെ ഇവിടെ നിന്ന് പാറിപ്പോകും, സത്യം ചെയ്യുന്നവനൊക്കെയും അതുപോലെ ഇവിടെ നിന്ന് പാറിപ്പോകും. ഞാൻ അതിനെ പുറപ്പെടുവിച്ചിട്ട് അത് കള്ളന്റെ വീട്ടിലേക്കും എന്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യുന്നവന്റെ വീട്ടിലേക്കും ചെല്ലും. അത് അവന്റെ വീട്ടിനകത്ത് താമസിച്ച് അതിനെ മരവും കല്ലുമായി നശിപ്പിച്ചു കളയും എന്ന സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അനന്തരം എന്നോട് സംസാരിക്കുന്ന ദൂതൻ പുറത്തു വന്ന് എന്നോട്, നീ തല പൊക്കി ഈ പുറപ്പെടുന്നത് എന്താകുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു. അതെന്തെന്ന് ഞാൻ ചോദിച്ചതിന് പുറപ്പെടുന്നതായ ഒരു ഏഫ എന്നവൻ പറഞ്ഞു. അത് സർവ്വദേശത്തിലുമുള്ള അവരുടെ അകൃത്യം എന്നും അവൻ പറഞ്ഞു. പിന്നെ ഞാൻ വട്ടത്തിലുള്ള ഒരു ഈയപ്പലക പൊങ്ങിപ്പോകുന്നതും അവിടെ ഏഫയുടെ നടുവിൽ ഒരു സ്ത്രീ ഇരിക്കുന്നതും കണ്ടു. ഇത് ദുഷ്ടതയാകുന്നു എന്ന് പറഞ്ഞ് അവൻ അവളെ ഏഫയുടെ അകത്താക്കി ഈയപ്പലക കൊണ്ട് അടച്ചു. ഞാൻ പിന്നെയും തലപൊക്കി നോക്കിയപ്പോൾ 2 സ്ത്രീകൾ പുറത്തു വരുന്നത് കണ്ടു. അവരുടെ ചിറകിൽ കാറ്റുണ്ടായിരുന്നു. അവർക്ക് പെരിഞ്ഞാറയുടെ ചിറകുപോലെ ചിറകുണ്ടായിരുന്നു. അവർ ഭൂമിക്കും ആകാശത്തിനും മധ്യേ ഏഫയെ പൊക്കിക്കൊണ്ടുപോയി. എന്നോട് സംസാരിക്കുന്ന ദൂതനോട്, അവർ ഏഫയെ എവിടേക്ക് കൊണ്ടുപോകുന്നു എന്ന് ഞാൻ ചോദിച്ചു. അതിന് അവൻ, ശിനാർ ദേശത്ത് അവർ അവൾക്ക് ഒരു വീട് പണിവാൻ പോകുന്നു, അത് തീർന്നാൽ അവളെ സ്വസ്ഥാനത്ത് പാർപ്പിക്കും എന്ന് എന്നോട് പറഞ്ഞു. താങ്ക് യു, അപ്രീഷിയേറ്റ് വെരി മച്ച്. അത് വലിയൊരു തമാശ എന്ന് പറഞ്ഞാല് ഈ ബാബിലോൺ പ്രദേശം അകൃത്യത്തിന്റെ ഏറ്റവും അത്യുന്നതിലിരിക്കുന്ന ഒരു സ്ഥലമാണ്. മറ്റു സ്ഥലത്തു നിന്നും ഉള്ളവന് കൂടുതൽ കൊടുക്കുമെന്ന് പറയുന്നത് പോലെ
ഇവിടുത്തെ അകൃത്യങ്ങളെല്ലാം കൂടെ, പാപങ്ങളെല്ലാം കൂടെ അവിടെ ബാബിലോണിലേക്ക് കൊണ്ടുപോകുന്ന കഥയാണ്. ഏഫയെ കുറിച്ചുള്ള വിവരണമാണ് നമ്മളവിടെ കണ്ടത്. അവിടെ ഏഫയുടെ നടുവിൽ വട്ടത്തിലുള്ള ഒരു ഈയപ്പല ദൂതൻ പൊക്കി മാറ്റിയപ്പോൾ ഒരു സ്ത്രീ ഇരിക്കുന്നത് കണ്ടു. ഈ ഏഫ എന്ന് പറഞ്ഞാൽ എന്നാന്നറിയാമോ നിങ്ങൾക്ക്? ഒരു ഐഡിയ ഉണ്ടോ? വട്ടത്തിലുള്ള ഒരു ഇതാണ്. അതെ അതെ, ഇത് അതെ ബുഷൽ അത് ഒരു കുട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടയെന്ന് പറയല്ലേ? അതെ. അപ്പൊ അവിടെ ഇന്ന് ദൂതൻ പറഞ്ഞു, ഇതേ ദർശനത്തില് പ്രവാചകൻ വീണ്ടും 2 സ്ത്രീകൾ പുറത്തു വരുന്നതും കണ്ടു. അവരുടെ ചിറകിൽ കാറ്റുണ്ടായിരുന്നു. അവർക്ക് പെരിഞ്ഞാറയുടെ ചിറക് പോലെ ചിറകുണ്ടായിരുന്നു. പെരിഞ്ഞാറ എന്നാന്നറിയാമോ? ഇംഗ്ലീഷിൽ സ്റ്റോർക്ക് എന്നാ പറയുന്നേ. അവിടെ ഇത് അപ്പൊ തുടങ്ങുമ്പോ ആദ്യം തുടങ്ങുമ്പം അവിടെ ഒരു സ്ക്രോള്, അതിനെക്കുറിച്ച് 1-ാം വാക്യത്തിൽ അവിടെ സ്ക്രോൾ എന്ന് പറഞ്ഞത് അവിടെ അതിന്റെ മലയാളത്തിൽ എന്നായിരുന്നു? അവിടെ ചുരുളിന്റെ സ്ക്രോൾ എന്ന് പറയാൻ നമ്മൾ ഒരുപാട് ദിവസത്തിൽ പഠിക്കാറുണ്ടല്ലോ, ദൈവവചനത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നു, വേർഡ് ഓഫ് ഗോഡ്. താങ്ക് യു. അവിടെ അത് കാണിക്കുന്നതിനാണ് 30 ഫീറ്റ് ലോങ്, 15 ഫീറ്റ് വീതി ഉണ്ടായിരുന്നു. നീളവും വീതിയുമാണ്. 30 അടി നീളവും 15 അടി വീതിയും. ഇപ്പൊ സ്റ്റോർക്ക് എന്ന് പറയുന്ന ഒരു അശുദ്ധമായ ഒരു ഇതാണ്. നമ്മൾ ഈ കൊക്കെന്നൊക്കെ പറയും. പെരിഞ്ഞാറ എന്നല്ലേ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ അവിടെ പാവം എടുത്തോണ്ട് മറ്റേടത്തോട്ട് അവിടെ ബാബിലോണിനെ കൊണ്ടുപോയ കഥയാണ് അവിടെ ഇരിക്കുന്നത്. ഭൂമിക്കും ആകാശത്തിനും മധ്യ ഏഫയെ പൊക്കിക്കൊണ്ടുപോയി. ദൂതനോട് പ്രവാചകൻ അവർ ഏഫയെ എവിടേക്ക് കൊണ്ടുപോകുന്നെന്ന് ചോദിച്ചു. അതിന് ദൂതൻ ശീനാർ ദേശത്ത്, ശീനാർ ബാബിലോണില്ല, അവർക്കൊരു വീട് പണിയാൻ പോകുന്നു. അത് തീർന്നാൽ അവളെ സ്വസ്ഥാനത്ത് പാർപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പം 5 ഈ കുറവ് മാത്രം ഉൾക്കൊള്ളുന്ന ഒരു കൊട്ടയാണ് ഈ ഏഫ എന്ന് പറയുന്നത്. ഈ നമ്മൾ നാട്ടിൽ ഓർമ്മയുണ്ടല്ലോ പറയുന്നേ. അത് അതിനെക്കുറിച്ച് വലിയ ബുഷല് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഇസ്രായേൽ ജനത്തെ ധാന്യമണികൾ പോലെ കണ്ടതിനാൽ ദുഷ്ടത ഭൗതികമാണെന്നും നമുക്ക് അനുമാനിക്കാം. ഈ ദുഷ്ടത ഇസ്രായേൽ ജനം ബാബിലോണിൽ നിന്നും സ്വീകരിച്ചതാണ്. അപ്പൊ ഇവർക്ക് എങ്ങനെയാണ് ദുഷ്ടത വന്നത്? ഈ ബാബിലോൺ, നമ്മൾ നേരത്തെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ബാബിലോൺ സാമ്രാജ്യത്തിന് ശേഷം മറ്റു സാമ്രാജ്യം വന്നെങ്കിലും ആ ദുഷ്ടത, അൺക്ലീൻനെസ് ഇപ്പോഴും നമ്മളിലുമുണ്ട്. ഈ അമേരിക്കയിലുമുണ്ട്, ഇന്ത്യയിലുമുണ്ട്, ലോകം മുഴുവന് ആ ബാബിലോണിയ സംസ്കാരം അല്ലെ ആ മ്ലേച്ഛത. അപ്പൊ അത് ഇസ്രായേലിലും അത് അവര് മാറ്റിയിട്ടില്ല. അന്ത്യകാലത്ത് മഹാദുഷ്ടതയെ നശിപ്പിക്കുന്നത് വരെ ഇസ്രായേലിലെ ജനത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കും. ഇപ്പം തന്നെ നമുക്ക് വായിക്കുന്ന ഇസ്രായേലില് വളരെ ഇപ്പം ദൈവത്തെ അറിയുന്നവർ വളരെ ചുരുക്കമാണ്. സെക്യുലറാണ് യഹൂദന്മാരും. അവിടെ പ്രൈഡ്, ഈ ഹോമോസെക്ഷലിന്റെ പ്രൈഡ് പരേഡിന് പരേഡാണ് ഏറ്റവും വലിയ ലോകത്തിലെ പ്രസിദ്ധമായ ഒരു പരേഡ്. അപ്പം അത് ദൈവം യേശുക്രിസ്തു നശിപ്പിക്കുന്നത് വരെ അത് അവിടെ ഇസ്രായേലും എല്ലാ കാലത്തും ആ ബാബിലോണിയ സിസ്റ്റം നടന്നുകൊണ്ടിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പൊ ഈ മതേതര സമ്പദ് വ്യവസ്ഥയാണ് അന്ത്യകാലത്തെ ലോക വ്യവസ്ഥയുടെ കേന്ദ്രം. ഇത് 18-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചതാണ്. ബാബിലോൺ ദൈവത്താൽ വിധിക്കപ്പെട്ടു എന്നാണ് വെളിപ്പാട് 18-ാം അധ്യായത്തിൽ കാണുന്നത്. അപ്പം ബാബിലോണിനെ ദൈവമാണ് ഇതിനെ നശിപ്പിക്കുന്നത്. 17-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചപ്പോൾ പുരുഷാരം വേശ്യയെ നശിപ്പിക്കുന്നതായിട്ട് നമ്മൾ പഠിച്ചു. ലോകത്തിലെ രാഷ്ട്രീയ ശക്തികളും ഭരണാധികാരികളും വേശ്യയെ ദൂഷിച്ച് ശൂന്യവും നഗ്നയുമാക്കി അവളുടെ മാംസം തിന്നുകയും അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും. ഇത് പുരുഷാരമാണ് ചെയ്തത്. അന്തിക്രിസ്തു ഉൾപ്പെടെ വ്യാജ സഭയെ അവിടെ ആ മത ബാബിലോണിനെ നശിപ്പിക്കുന്നത് ജനങ്ങളാണ്. എന്നാൽ അവിടെ നാശം സംഭവിക്കുമ്പോൾ എല്ലാവരും സന്തോഷിക്കും. എന്നാൽ ഇവിടെ ഈ ബാബിലോണിന്റെ, ഈ കൊമേഴ്ഷ്യൽ ബാബിലോണിന്റെ, മ്ലേച്ഛ ബാബിലോണിന്റെ നാശം വരുമ്പോൾ ലോകം മുഴുവൻ ഞെട്ടിക്കൊണ്ട് വളരെ വിലപിക്കുമെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ വായിച്ചത്. ബാബിലോൺ പട്ടണത്തിന്റെ നാശം തികച്ചും വ്യത്യസ്തമായ ഒരു സംഭവമാണ്. ദൈവമാണ് ബാബിലോണിനെ നശിപ്പിക്കുന്നത്. ഞാൻ എല്ലാ ക്ലാസ്സിലും ഇത് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അത് നമ്മൾ ഈ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണത്. മൃഗത്തെയോ 10 രാജാക്കന്മാരെയോ ഭരണാധിപത്യത്തെയോ ഇവിടെ സൂചിപ്പിച്ച് കാണുന്നില്ല. ഇത് ദൈവത്തിന്റെ ഇടപെടലാണ്. ബാബിലോൺ നശിക്കുമ്പോൾ ലോകത്തിന്റെ എല്ലായിടത്തും അവളെക്കുറിച്ച് വിലാപം ഉണ്ടാകും. ഭൂമിയിലെ രാജാക്കന്മാരും ഭൂമിയിലെ കന്യകമാരും
വ്യാപാരികളും ബാബിലോണിന്റെ നാശത്തെക്കുറിച്ച് വിലപിക്കും. എല്ലാവരും മറ്റേ വ്യാജമതം നശിച്ചപ്പോൾ എല്ലാവരും സന്തോഷിച്ചു. നേരെ തിരിച്ചാണ് ഇവിടെ. അവിടെ നമുക്ക് ഈ 18:5 വായിച്ചപ്പോൾ ആദ്യത്തെ ബാബേൽ, ഈ ബാബേൽ ഇത് ആദ്യത്തെ കാലത്ത് അത് ഓർമ്മയുണ്ടല്ലോ, 11:4 സ്വർഗം വരെ എത്തുന്ന ഒരു കോട്ട അവർ പണിതില്ലേ, മതില്. അപ്പൊ അതെ, അപ്പൊ നെമ്പ്രോദ് അപ്പം ദൈവം ആശ കലക്കിയത്. അതുപോലെ തന്നെ അവസാനത്തേതില് ആ ബാബിലോണ്, ആദ്യത്തെ ബാബിലോൺ സ്വർഗം വരെ പോയതിന്, എന്നാൽ അവസാനത്തേതിൽ അവരുടെ പാപം, ഈ ബാബിലോണിന്റെ പാപം അവസാനത്തെ ആകാശത്തോളം എത്തുന്നു. അവിടെ ഈ മ്ലേച്ഛത ആകാശം വരെ എത്തുന്നു. അന്നേരമാണ് ദൈവം ഇടപെടാൻ പോകുന്നത്. ദൈവം അത് ഓർക്കുന്നു. ദൈവം കാണുന്നില്ല എന്ന മനോഭാവത്തിലാണ് മനുഷ്യൻ എന്തും പ്രവർത്തിക്കുന്നത്. നമ്മള് പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ആരും ദൈവം അറിയുന്നില്ല എന്ന്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മൈന്യൂട്ടസ്റ്റ് കാര്യങ്ങളും ദൈവം എപ്പോഴും എല്ലായിടത്തും ഇരിക്കുന്ന ദൈവം അത് നോട്ട് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. മ്ലേച്ഛത ദൈവം അറിയാത്തത് കൊണ്ടല്ല ഇത് അനുവദിക്കുന്നത്, ദൈവം അനുവദിക്കുന്നതാണ്. ബാബിലോണാവാത്തതും നീതിയുള്ളതുമായതുകൊണ്ട് ദൈവം അത് ഓർക്കുന്നു. അത് ഒരിക്കലും ദൈവം മറക്കുകയില്ല. ബാബിലോൺ എന്തിനെയാണ് പ്രതികരിക്കുന്നത്? പലരും പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ പറഞ്ഞതുപോലെ പേർഷ്യൻ ദ്വീപിലെ ഷീനാർ മരുഭൂമിയിൽ യൂഫ്രട്ടീസ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന പുതുക്കിപ്പണിത ബാബിലോൺ പട്ടണമാണ് ഇതെന്ന് ചില പണ്ഡിതന്മാര് വിശ്വസിക്കുന്നുണ്ട്. അത് ഈ ഒത്തിരി പുസ്തകങ്ങൾ, കമന്ററി, വലിയ ലോകപ്രസിദ്ധ എഴുതിയിട്ടുണ്ട്. ഇനി ബാബിലോൺ പട്ടണം ഇറാഖിൽ അവിടെ വീണ്ടും പണിയും. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഞാൻ നേരത്തെ പ്രസ്താവിച്ചതുപോലെ നമ്മളിങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും വിശദീകരിച്ച് അത് ഇതാണ് ഇതാണെന്ന് പറയുന്നത് ബുദ്ധിയല്ല, മണ്ടത്തരമാണ്. എന്തുകൊണ്ടെന്നാൽ സദാം ഹുസൈൻ അന്തിക്രിസ്തുവാണെന്ന് പ്രസംഗിച്ച ആൾക്കാർ അവരിപ്പോഴും പ്രസംഗത്തിന് കേരളത്തിലുണ്ട്, ഇവിടെ അമേരിക്കയിലുണ്ട്. അവരതിനെ കുറിച്ചൊന്നും അതുകൊണ്ട് ദൈവനാമം ദൂഷിക്കപ്പെടുക ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് സൂക്ഷ്മമായിട്ട് അത് ഇറാഖിലാണ്, അവിടെ അല്ല എന്നൊന്നും പറയേണ്ട കാര്യമുള്ളൂ. നമ്മുടെ അഭിപ്രായങ്ങൾ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അത് ചില പണ്ഡിതന്മാർ പറയുന്നത് അവിടെ തന്നെ പണിയുമെന്നുള്ളതാണ്. ചൈനയിലും ഇന്ത്യയിലും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലുമുള്ള വാണിജ്യ ശക്തികളെ നാം കാണുന്നുണ്ടല്ലോ. മധ്യപൂർവ്വ ദേശത്ത് ന്യൂയോർക്ക്, ലോസ് ആഞ്ചൽസ്, ടോക്കിയോ, റോം എന്ന വലിയ പട്ടണങ്ങളുണ്ട്. അതിന് ബദലായി ഒരു വലിയ പട്ടണം പണിയുവാനുള്ള സാധ്യത ഉണ്ട്. അതിന് സാധ്യതയുണ്ട് എന്നേ ഉള്ളൂ മിഡിൽ ഈസ്റ്റില്. അപ്പം 2010 ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടം ദുബായിൽ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ പേര് ബുർജ് ഖലീഫ. അതിന് 2722 അടിയുണ്ട്. എനിക്കൊന്ന് 829 മീറ്ററാണ് ഉയരമാണ്. ഏഷ്യയിലെ വാണിജ്യത്തിന്റെയും ടൂറിസത്തിന്റെയും പ്രധാന കേന്ദ്രമായ ദുബായ് മാറിക്കഴിഞ്ഞു. ഭൂമിയുടെ ഹൃദയഭാഗത്ത് പുതുക്കിപ്പണിയുന്ന പട്ടണത്തെയാണ് ബാബിലോൺ അർത്ഥമാക്കുന്നത് പറയുന്നുണ്ട്. ഇപ്പം സൗദി അറേബ്യയിലെ ക്രൗൺ പ്രിൻസ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും, ന്യൂസ് കാണുന്നവർക്ക്, മുഹമ്മദ് ബിൻ സൽമാൻ വലിയ വീക്ഷണമുള്ള ഒരാളാണ്. അദ്ദേഹം 2017 ക്രൗൺ പ്രിൻസ് ആയപ്പം തന്നെ വിഷൻ 2030 വിഷൻ എന്നുള്ള അങ്ങനെ വലിയ പദ്ധതികൾ, സൗദി അറേബ്യയുടെ മുഖച്ഛായ തന്നെ മാറ്റുവാനുള്ള പദ്ധതികളാണ് അദ്ദേഹം അനേകായിരം കോടി, ലക്ഷം കോടി രൂപ ഡോളർ മുടക്കിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ 2 വലിയ സ്ക്രാപ്പേഴ്സ് ഉയരമുള്ള കെട്ടിടങ്ങളാണ് പണിയുന്നത്. അതിന് ഒന്ന് ജദ ടവർ. അതിന് 1000 മീറ്ററാണ് ഉയരമുള്ളത്. അത് 1000 മീറ്റർ 3250 അടി ഉയരത്തിലാണ് അത് പണിയുന്നത്. അപ്പൊ നോക്കിക്കോണം, ഇപ്പോഴത്തെ വേൾഡ് ട്രേഡ് സെന്ററും ഒക്കെ അതിനേക്കാളെല്ലാം ഇപ്പൊ ന്യൂയോർക്കിലുള്ള എംപയർ സ്റ്റേറ്റിനേക്കാളും ഒക്കെ എത്രയോ ഉയരം കൂടിയാണെന്ന് വിചാരിച്ചോണം. അത് 2 കിലോമീറ്റർ ആണ് അതിന്റെ ഉയരം, അല്ലെങ്കിൽ 1.2 മൈല്. അത് പിന്നെ വേറൊരു ടവർ റിയാദ്. അത് റിയാദില് അത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ടവർ ആയിരിക്കും, ജദ ടവർ, ബുർജ് ജദ കിങ്ഡം ടവർ. അതിന് 3281 ഫീറ്റ് ഉയരത്തിലാണ്. അപ്പം ആ നിലയിലാണ് സൗദി അറേബ്യയിൽ പണിയാൻ. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് പോസിബിൾ അവിടെ ഇങ്ങനെ ഇത് വരികയാണെങ്കിൽ. എന്നാൽ വേറൊരു കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ട കാര്യമുണ്ട്. സദാം ഹുസൈന്റെ കീഴിൽ മതേതരത്വത്തിന്റെ ഒരു മാതൃക രൂപപ്പെട്ടിരുന്നു. എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും ഷറിയ, അല്ലെങ്കിൽ ഇന്ത്യ നമ്മൾ മലയാളത്തിൽ ശരീഅത്ത് നിയമം എന്നല്ലേ പറയുന്നത്, ശരിയ ലോയാണ്.
പുതിയ ബാബിലോൺ പട്ടണം പണിയണമെങ്കിൽ ഇസ്ലാമിക് രാജ്യങ്ങള് ഇസ്ലാം മതം ത്യജിച്ച് കാലിഫോർണിയ പോലെ ഒരു തീവ്രമായ മതമില്ലാത്ത ഒരു സംസ്കാരത്തിൽ എത്തിച്ചേരണം. അങ്ങനെ വന്നെങ്കിലേ പറ്റൂ. ഇസ്ലാം ഇല്ലാതെ അതുകൊണ്ട് ഇസ്ലാം ശക്തി മാറാൻ സാധ്യതയുണ്ട്. സാധിക്കില്ല നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ കൊണ്ട് ഞാൻ വായിക്കുന്ന ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഇസ്ലാം വിടുന്നു എന്നുള്ളതാണ്. 7-ാം നൂറ്റാണ്ടിലെ കാര്യങ്ങൾ ഇപ്പോഴത്തെ ഈ ആധുനിക യുഗത്തില് അവർക്ക് ഇതായി ഒത്തുചേരാൻ പോകുന്നില്ല. അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയന്റെ പതനം ലോകത്തിൽ ആരും പ്രതീക്ഷിച്ചതല്ല. ഇവിടെ അമേരിക്കയിലെ വലിയ ആൾക്കാരെല്ലാം വലിയ പണ്ഡിതന്മാരും എക്കോണമിസ്റ്റ് പറയുന്ന സോവിയറ്റ് യൂണിയൻ വളരെ നല്ലതാണ്. എന്നാൽ 1980 പ്രസിഡന്റ് റേഗൻ വന്നപ്പം റേഗന് അതിനുള്ള വിസ്ഡം, അതിൽ ജ്ഞാനം ഉണ്ടായിരുന്നു. ഇതിനെ തകർക്കാൻ കഴിയുമെന്ന് അദ്ദേഹം സോവിയറ്റ് യൂണിയൻ നശിപ്പിക്കുവാനായിട്ടൊരു ഓർഡർ ഇട്ടു. അതിന് 8 വർഷം പ്രയത്നിച്ചു. അതുകൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ ഇരുന്ന ഇരിപ്പില് അങ്ങനെ സോവിയറ്റ് യൂണിയൻ തകരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. 15 രാജ്യമായിട്ട് പോയിട്ട് അങ്ങനെ പോയത്. അതുപോലെ തന്നെ ഇസ്ലാം മതത്തിലും അത് വ്യത്യാസം വരരുതെന്നില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഇസ്ലാം മതം ഇപ്പം അതിന്റെ ഇന്നത്തെ തീവ്രതയെല്ലാം കുറയാൻ സാധ്യതയുണ്ട്. ഒരു സംഗതി പറഞ്ഞാല് അന്തിക്രിസ്തു ഇസ്ലാം ആയിരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു ഞാൻ 10 കൊല്ലത്തിന് മുമ്പ് ദാനിയേൽ പ്രവചനം എഴുതിയപ്പോൾ അതിൻ്റെ അകത്തൊരു അപ്പൻഡിക്സ് മലയാളം ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അപ്പൻഡിക്സിൽ കൊടുത്തിട്ടുണ്ട് അന്തിക്രിസ്തു മുസ്ലിം ആകാനുള്ള സാധ്യത. അനുബന്ധം, താങ്ക് യു, അപ്രീഷിയേറ്റ്. അപ്പൊ അനുബന്ധത്തിൽ കൊടുത്തിട്ടുണ്ട് 19 പേജുണ്ട്. അതിനുള്ള സാധ്യതകളെ കുറിച്ചുള്ള ആർഗ്യുമെന്റ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോഴത്തെ ചരിത്രം നോക്കിയാൽ മതി. ഇംഗ്ലണ്ട് ചെറിയൊരു രാജ്യമാണ്. നമ്മുടെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ അത്രയും പോലും ഇല്ല. അവിടെ 10-18 സിറ്റികളിലെ മേയർമാരെല്ലാം ഇസ്ലാമാണ്. ലണ്ടനിസ്ഥാൻ എന്ന് വരുമെന്നാണ് ആൾക്കാർ പറയുന്നത്. അത് യൂറോപ്പ് മുഴുവൻ ഇസ്ലാം ആയി കഴിഞ്ഞു. അവർ ഇപ്പൊ യൂറോപ്പിൽ ഇസ്ലാമിനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഫ്രീ സ്പീച്ച് ഒന്നും ഇല്ല, ജയിലിൽ പോകും. ഫേസ്ബുക്കിൽ ഒരു ഇസ്ലാമിനോ ആർക്കെങ്കിലും എതിരായിട്ട് പറഞ്ഞ ഉടനെ പോലീസ് നമ്മളെ അറസ്റ്റ് ചെയ്യും. ആ നിലയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ അന്തിക്രിസ്തു ഒരു ഇസ്ലാം ആകാനും സാധ്യതയുണ്ട്, വെരി പോസിബിൾ. അതിപ്പോ യൂറോപ്പിൽ നിന്നാണ് അന്തിക്രിസ്തു വരുന്നെങ്കിൽ യൂറോപ്പും ഇസ്ലാം വരുമെന്നുള്ളതാണ്. ഇതൊന്നും ഒരു ഉപദേശങ്ങളൊന്നും അല്ല. ഇതൊക്കെ നമ്മുടെ ഒരു പഠിത്തത്തിന്റെ എന്റെ ഒരു റിസർച്ചിൽ ഞാൻ അവിടെ എഴുതുന്നേ ഉള്ളൂ. അപ്പം ആ നിലയില് ഇപ്പോഴത്തെ ഇസ്ലാമിന്റെ ആ സംസ്കാരം അനുസരിച്ച് അവിടെ മിഡിൽ ഈസ്റ്റില് അവിടെ ബാബിലോണ് തീർച്ചയായിട്ടും പണിയാൻ സാധ്യതയില്ല. ഇപ്പൊ ഈ 2018 സ്ത്രീകൾക്ക് വാഹനം ഓടിക്കാൻ തന്നെ അവിടെ ഈ സൗദി അറേബ്യയില് അധികാരം കൊടുത്തത്. അപ്പൊ എന്റെ നിഗമനത്തില്, എന്നാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാല് നമ്മളിപ്പം ഈ ആൾക്കാർ പറയുന്നത് ന്യൂയോർക്കാണ്, മറ്റേ പട്ടണങ്ങളാണ്, അവിടെ മിഡിൽ ഈസ്റ്റിലെ ഇതാണ്, ദുബൈ ആണ്, ഇറാഖ് ഏരിയയിലാണ് ബാബിലോണ് എന്നുള്ളത്. എന്റെ നിഗമനത്തിൽ ബാബിലോൺ പ്രതിദാനം ചെയ്യുന്നത്, അതിന്റെ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ 2000 ഞാൻ അയച്ചു തന്നായിരുന്നു. പിന്നെ അന്ത്യകാലഘട്ടത്തിൽ ലോകത്തിൽ കാണപ്പെടുന്ന സാമൂഹിക സാംസ്കാരിക ജീവിതത്തെയാണ് അത് കാണിക്കുന്നത്. ഇതിന് ഇപ്പോഴത്തെ ഈ ലോകത്തിൽ കാണുന്ന സംസ്കാരം ലോകം മുഴുവൻ, ഉദാഹരണം പറഞ്ഞാൽ അമേരിക്കയിലെ സംസ്കാരം 5 വൻകരയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഈ ലോകം മുഴുവൻ ഒന്നായി എന്ന് വേണേ പറയാം. അമേരിക്കയിലെ ജീൻസ്, സംസാര രീതികൾ ഒക്കെ ഇപ്പൊ പണ്ട് ഞാൻ റിസർച്ച് പർപ്പസ് വേണ്ടി ഈ കേരളത്തിൽ ഞാൻ അങ്ങനെ പോകാറില്ലല്ലോ. ആ ഒരു സീരിയൽ കാണുമായിരുന്നു ഒരു സമയത്ത്. സീരിയൽ കണ്ടപ്പോ അതിന്റെ കേരളത്തിലെ സംസ്കാരങ്ങളെ മനസ്സിലാകാൻ, അന്നേരം അതിന്റെ അകത്തെ ഒരു കഥാനായകന്റെ പിന്നെ മോന് വിവാഹം കഴിച്ച് മരുമോള് വന്ന മരുമോക്ക് അവളെ ഒരു ലിസ്റ്റ് കൊടുത്തു. അവൾക്ക് ആഹാരം വേണ്ടി ചിപ്പോട്ടയുടെ മെനു ആ കൊടുത്തത് അവൾക്ക് വേണ്ടി, ചിപ്പോട്ടയുടെ, അമേരിക്കയിലെ നമ്മുടെ റെസ്റ്റോറന്റിന്റെ. അപ്പം ഞാൻ ചുരുക്കി പറഞ്ഞാല് ഈ ആധുനികമായിട്ടുള്ള ആ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരികമായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതാണ് ഒരു മണിക്കൂർ കൊണ്ട് നശിച്ച് ഹൈഡ്രജൻ ബോംബോ ന്യൂക്ലിയർ ബോംബ് കൊണ്ടോ എല്ലാം ലോകം മുഴുവന് ഇല്ലാതാകും. 9/11 എന്ന് പറയുന്നത് ഒരു പ്രീകഴ്സറാണ്. അതിന് നമുക്ക് അന്നേരം അറിയാം, അന്ന് തന്നെ ഒരാഴ്ചത്തേക്ക് തന്നെ പ്ലെയിനൊന്നും യാത്രയില്ലായിരുന്നു. ലോകം മുഴുവൻ ഭയത്തിലായി തീർന്നു 9/11 വന്നു കഴിഞ്ഞപ്പോൾ തന്നെ. അപ്പൊ ഇവിടെ കാണുന്ന മുഴുവൻ കോവിഡ് വന്നപ്പോ അറിയാമല്ലോ, എല്ലാവരും ഭൂമി മുഴുവൻ അത് ഗോളത്തിന്റെ പടം കാണിച്ച് ക്ലോസ്ഡ് ഫോർ റിപ്പയർ എന്ന് ആരാണ്ട് ഫേസ്ബുക്കിൽ എഴുതി ഞാൻ കണ്ടായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ ലോകം മുഴുവൻ എല്ലാം ഇല്ലാതാകുന്ന ഒരു നിലയിലേക്കാണ് വരാൻ പോകുന്നത് ബാബിലോണിന്റെ വീഴ്ചയുടെ കാരണം. മറ്റൊരു പ്രശ്നമായ ചോദ്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം.
എന്തുകൊണ്ടാണ് ദൈവന്യായവിധി ഭയാനകരമായി ഈ പട്ടണത്തെ ബാധിക്കുന്നത്? ഇത് അമേരിക്കയിലുള്ള ഏതെങ്കിലും ഒരു പട്ടണമായിരിക്കും പോസിബിൾ. എന്തുകൊണ്ടാണ് ദൈവ ന്യായവിധി ഇത്ര ശക്തമായി ഈ നഗരത്തിൽ പതിക്കുന്നത്? നിമ്രോദിന്റെ കാലത്ത് തുടങ്ങിയ സംസ്കാരം ഇന്നും ലോകത്ത്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ഇന്നും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബേൽ ഗോപുരം പോലെ ബാബിലോണിലെ പാപം ആകാശത്തോളം എത്തിയിരിക്കുന്നു. വെളിപാട് 18-ന്റെ 7-8 വാക്യങ്ങളിലാണ് ദൈവീയ ന്യായവിധിയുടെ വേറൊരു കാരണം നമ്മൾ അവിടെ കണ്ടത്. അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി പുളച്ചിടത്തോളം അവൾക്ക് പീഡയും ദുഃഖവും കൊടുക്കുവിൻ. രാജ്ഞിയായിട്ട് ഞാൻ ഇരിക്കുന്നു, ഞാൻ വിധവയല്ല, ദുഃഖം കാണുകയുമില്ല എന്ന് അവൾ ഹൃദയം കൊണ്ട് പറയുന്നു. അതുകൊണ്ട് മരണം, ദുഃഖം, ക്ഷാമം എന്നിങ്ങനെ അവളുടെ ബാധകൾ ഒരു ദിവസത്തിൽ തന്നെ വരും. അത് നമ്മളിപ്പോൾ ഇന്ന് വായിച്ചതാണത്. മഹാനഗരത്തിന്റെ വീഴ്ചയുടെ അടുത്ത കാരണം അവിടെ 12-13 വാക്യങ്ങൾ അവിടെ കാണുന്നുണ്ട്. ഭൂമിയിലെ വ്യാപാരികളുടെ 28 വസ്തുക്കളുടെ പട്ടിക അവിടെ നമ്മൾ ഇന്നിപ്പം വായിച്ചില്ല. അതിന്റെ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ എണ്ണുകയാണെങ്കിൽ 28 വസ്തുക്കളുണ്ട്. ഈ വസ്തു വിവരം പൊന്നിൽ നിന്നാണ് തുടങ്ങുന്നത്. പൊന്നിൽ നിന്ന് തുടങ്ങി ആരംഭിച്ച് അവിടെ നിങ്ങളുടെ മുന്നിൽ ബൈബിളുണ്ടോ, മനുഷ്യ പ്രാണനിലാണ് അവസാനിക്കുന്നത്. മനുഷ്യനും ഇപ്പൊ മനുഷ്യനെന്ന് പറയുന്ന പൊന്നു പോലെ തന്നെ മറ്റ് 28 സ്ഥാനത്തില് മനുഷ്യന് ഒരു കാർഗോ, ബിസിനസ് ചെയ്യുന്ന ഒരു കാർഗോ പോലെയാണ് മനുഷ്യജീവൻ. ആ ചരക്ക് കയറ്റി കൊണ്ടുപോകുന്ന മാതൃകയിൽ മനുഷ്യ പ്രാണനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങൾ നിരോധിച്ച അടിമക്കച്ചവടം എതിർക്രിസ്തുവിന്റെ വാണിജ്യ വ്യവസ്ഥയിൽ വീണ്ടും പ്രത്യക്ഷപ്പെടും. ഇപ്പം തന്നെ നമുക്കറിയാം, ഈ ഇസ്ലാമിക് രാജ്യങ്ങൾ സ്ലേവറി ഉണ്ട്. ആഫ്രിക്കയിൽ ഇപ്പോഴും സ്ലേവ്സ്, അടിമകളുണ്ട്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ യഥാർത്ഥത്തില് അടിമ രാജ്യം എന്ന് പറയാം. അവിടെ സ്വാതന്ത്ര്യമില്ലല്ലോ. എനിക്കിപ്പോ ഇവിടെ ക്യാപിറ്റലിസം ചൈനയില് വളരെ വിജയകരമായിട്ട് നടക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ സമരമില്ല, അവിടെ കമ്പനികൾക്ക് നഷ്ടങ്ങളൊന്നുമില്ല. സമരം ചെയ്താൽ അവരെ അപ്പോഴേ പുറത്ത് കൊണ്ടുപോയി, ബിൽഡിങ്ങിന്റെ പുറത്ത് കൊണ്ടുപോയി വെടിവെച്ച് കൊല്ലും. അപ്പൊ ഇവിടെയാണ് സമരവും എല്ലാം ഉള്ളത്. അതുകൊണ്ടാണ് ചൈന ഇത്രയും ഇതായിട്ട് കയറി വരുന്നത്. അപ്പം അത് ഒരു അടിമ വ്യവസ്ഥയാണ്. എന്നാൽ അന്തിക്രിസ്തുവിന്റെ കാലത്ത് പരിപൂർണമായിട്ട് മനുഷ്യന് ഒരു അടിമയെ പോലെ അടിമകളായിട്ട് ഒരു കൂട്ടരെ അവിടെ ട്രേഡ് ചെയ്യും. അതാണ് കാണുന്നത്. അപ്പം ഇത് ശാസ്ത്രീയമായിട്ട് നമ്മൾ വിജയം കൈവരിക്കുമ്പോൾ നമ്മുടെ സംസ്കാരവും നാഗരികതയും കരുണയില്ലാത്തതും ദുഷ്ടതയും ദൈവനിന്ദയും നിറഞ്ഞതായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സാത്താൻ എത്രയോ ക്രൂരനാണ് എന്നുള്ളതാണ് ഇന്ന കാലം എന്നുള്ളത്. നമ്മളെല്ലാം വലിയ അഡ്വാൻസ് സ്റ്റേജിലാണെന്ന് പറഞ്ഞാലും അന്തിക്രിസ്തു വരുമ്പോൾ കഴിഞ്ഞ 4 കൊല്ലത്തെ നോക്കിയാൽ മതിയല്ലോ. കോവിഡ് വന്നപ്പോ എന്താ, നമുക്ക് ആറ് പുറത്ത് ഇറങ്ങാൻ ഒക്കുകയില്ല, എന്തോ എല്ലാമായിരുന്നു. പിന്നെ അവിടെ ഇഞ്ചക്ഷൻ എടുക്കണ എത്ര പേരെയാണ് പിരിച്ചുവിട്ടത്. മിലിറ്ററിയിലുള്ള ആൾക്കാരുടെ വാക്സിനേഷൻ എടുക്കാത്തവരെ എല്ലാവരെയും പിരിച്ചുവിട്ടു. അവിടെ നമ്മുടെ ആ സ്വാതന്ത്ര്യത്തിന് വളരെ ഹാനിയാണ് സംഭവിച്ചത്. അപ്പൊ അവിടെ ഭാവിയിൽ ഇപ്പോഴത്തെ ഇതെല്ലാം മാറിയിട്ട് അമേരിക്കയും ഇതെല്ലാം ഇനിയും ഡിക്റ്റേറ്റർഷിപ്പിന്റെ ഏകാധിപതികളുടെ ഇത് കയ്യിലാകും. നമ്മുടെ സ്വാതന്ത്ര്യവും എല്ലാം നശിക്കാൻ പോവുകയാണ്. അത് അന്തിക്രിസ്തുവിന്റെ ആ സമയത്ത് വരുമ്പോഴത്തേക്ക് അതിന്റെ ആദ്യ ട്രയൽ റൺസ് ആണ് ഇപ്പോൾ കാണുന്നത്. അപ്പൊ ഫേക്ക് ന്യൂസ് ഇപ്പൊ ഇവിടെ കാണുന്ന ഇത് 1973 റോ ആൻഡ് വേഡ് എന്ന് സുപ്രീം കോടതി വിധിക്കുന്ന അബോർഷനെ കുറിച്ച്, അബോർഷന് ഇവിടെ ലീഗലാക്കിയത്. അപ്പൊ 2022 വരെ അന്ന് മുതൽ 73 വരെ 65 മില്യൺ അബോർഷൻ മൂലം ആൾക്കാരെ കൊന്നിട്ടുണ്ടെന്നുള്ളതാണ്. ശരിക്കും അത്രയും മില്യൺ ആൾക്കാരുണ്ട് ഒരു രാജ്യത്തിന്റെ പോപ്പുലേഷൻ. എത്രയോ മഹാന്മാർ വേണ്ടതാണ്. അപ്പം അങ്ങനെ ഒരു വർഷത്തില് ശരാശരി 5 ലക്ഷം കുട്ടികൾ കൊല്ലപ്പെടുന്നു അമേരിക്കയിൽ തന്നെ. അപ്പൊ വ്ളാഡിമിർ ലെനിന് റഷ്യയിലെ ലെനിൻ പ്രസ്താവിച്ച ഞാനൊന്ന് ഓർക്കുകയാണ്, ഭൂമിയുടെ 2 ഭാഗം നശിക്കുകയും 1 കമ്മ്യൂണിസ്റ്റ് ആയാൽ എങ്ങനെയായിരിക്കണം. അപ്പം ഭൂമിയുടെ 75% ആൾക്കാർ നശിച്ചാലും മരിച്ചാലും കുഴപ്പമില്ല, ബാക്കിയുള്ള 25% കമ്മ്യൂണിസ്റ്റ് നോ പ്രോബ്ലം. അപ്പം കൊല്ലുന്നതിന് പ്രശ്നമില്ലാതെ നമ്മള് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ കഴിഞ്ഞ 80 വർഷങ്ങളായിട്ട് കണ്ടിട്ടുണ്ട്. കംബോഡിയയിലും എല്ലാം പോപ്പുലേഷനെ എല്ലാം മാവോ സേതുങ്ങും സ്റ്റാലിനും എല്ലാം മില്യൺസ് ഓഫ് ആൾക്കാരെ, മോർ ദാൻ 100 മില്യൺസ് ഈച്ച് കൺട്രീസ് കൊന്നിട്ടുണ്ട്. അങ്ങനെ കമ്മ്യൂണിസം പോലെയാണ് ഡിക്റ്റേറ്റർഷിപ്പ് അന്തിക്രിസ്തുവിന്റെ കാലത്ത് വരുന്നത്. ഇതിന്റെ അർത്ഥം എന്തായിരിക്കും? 8 ബില്യൺ ആൾക്കാരാണ് ഇപ്പൊ ഇന്നത്തെ ഭൂമിയിലുള്ളത്. അപ്പൊ ഇവിടെ ഇത് അന്തിക്രിസ്തുവിന്റെ ആൾക്കാരായിട്ട് കുറച്ച് 1 ബില്യനോ 2 ബില്യൺ ഉണ്ടെങ്കിലും ഹി വിൽ ബി ഹാപ്പി, അതുകൊണ്ട് അത് ആ സമയത്ത്
സമയത്ത് ജീവന് വിലയില്ല. കൊല്ലുന്നതിൽ നമ്മളിപ്പം ആരെങ്കിലും അവിടെ ഒരു ഈച്ചയെ കൊന്നിട്ട് കൊതുകിനെ കൊന്നിട്ട് ഇരുന്ന് നിങ്ങൾ 5 മിനിറ്റ് ഇരുന്ന് ദുഃഖിക്കാറുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞതേ ഉള്ളൂ. മനുഷ്യനെ കൊല്ലുന്നതിന് മനുഷ്യന്റെ വില. മനുഷ്യന് ദൈവിക ബോധം നഷ്ടപ്പെട്ടാൽ അവൻ മൃഗസദസ്യനായി മാറും. മനുഷ്യ ജീവിതത്തിന്റെ വില നാം എങ്ങനെ മനസ്സിലാക്കി? എന്നാൽ ക്രിസ്ത്യാനികളെ ബൈബിൾ അങ്ങനെയുള്ള നമ്മുടെ ദൈവത്തിന്റെ മനുഷ്യജീവന്റെ വില ബൈബിളിൽ പെടുന്നു. ബൈബിളിലെ കഥയിലൊന്നാണ് നഷ്ടപ്പെട്ട ആട്, നഷ്ടപ്പെട്ട നാണയം, നഷ്ടപ്പെട്ട മകൻ എന്നീ ഉപമകൾ പഠിപ്പിച്ച യേശുക്രിസ്തുവിൽ നിന്നാണ് നാം ഇത് മനസ്സിലാക്കിയത്. മനുഷ്യന്റെ വില എത്രയും ഉണ്ടെന്നുള്ളത് ഭൂമിയേക്കായാല് മർക്കോസ് 8:36 നിങ്ങളൊന്ന് വായിച്ച്, സമയം 5 മിനിറ്റൂടെ ഉള്ളത് കൊണ്ട്. മർക്കോസ് 8:36. പിന്നെ ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? താങ്ക് യു. ഇപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലായി? ഒരു സർവ്വലോകത്തെക്കാൾ ഒരു മനുഷ്യന്റെ ജീവന് വിലയുണ്ടെന്നുള്ളത്. അത് നമ്മള് ബൈബിളിൽ നിന്ന്, യേശുക്രിസ്തുവിൽ നിന്നാണ് നമ്മൾ ബൈബിളിൽ നിന്നാണ് പഠിച്ചത്. എന്നാൽ അന്ത്യക്രിസ്തുവിന്റെ സമയത്ത് ഒരു ജീവന് യാതൊരു വിലയുമില്ല. ദൈവം പറയുന്നു ദുഷ്ടത ഇവിടെ ഉണ്ടെന്നും അത് വർദ്ധിക്കും എന്നുമാണ്. അപ്പൊ 24-ാം വാക്യത്തിലാണ് ബാബിലോണിന്റെ മേലുള്ള ദൈവിക ന്യായവിധിയുടെ അടുത്ത കാരണത്തെ കുറിച്ച് നമ്മൾ കണ്ടത്. പ്രവാചകന്മാരുടെയും വിശ്വസന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അവളിൽ അല്ലോ കണ്ടത്. അവളിൽ എന്ന് പറഞ്ഞാൽ ഈ ബാബിലോൺ നഗരത്തെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. മത്തായി 23-ാം അധ്യായത്തിൽ കർത്താവ് പരീശന്മാരെയും ശാസ്ത്രന്മാരെയും കുറ്റപ്പെടുത്തുമ്പോൾ പ്രസ്താവിക്കുന്നത്, നീതിമാനായ ഹാബേലിന്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവനായി ബെരഖ്യാവിന്റെ മകനായ സെഖറിയാവിന്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തം എല്ലാം യെരൂശലേം നഗരത്തിന്മേൽ വരേണ്ടതാകുന്നു. ഇതൊക്കെയും ഈ തലമുറമേൽ വരും. അത് നിങ്ങൾ നോട്ട് ചെയ്യണം. മത്തായി 23:35-36 വാക്യങ്ങളാണ് യേശുക്രിസ്തു അവിടെ പറഞ്ഞിരിക്കുന്നത്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് പെട്ടെന്ന് വായിക്കുകയായിരുന്നു. ഇത് എങ്ങനെ സംഭവിക്കും? ഒരു തലമുറ ചെയ്തിട്ടില്ലാത്ത കുറ്റത്തിന്റെയും കൊലപാതകത്തിന്റെയും കുറ്റം എങ്ങനെ അവരുടെ മേൽ വരും? ഇപ്പം നമ്മൾ ചോദിക്കാം, നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സ് അവർ ചെയ്ത കുറ്റം നമ്മളെങ്ങനെ അനുഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് യുക്തി വരുന്നില്ലല്ലോ. എന്നാൽ അതിന്റെ ഉത്തരം താഴെ കാണുന്നുണ്ട്, വിശുദ്ധീകരണത്തിലുണ്ട്, അത് 24-ാം വാക്യത്തിലുണ്ട്. ഇത് വളരെ ലളിതമാണ് മനസ്സിലാക്കാൻ. അത് ബാബിലോണിനോട് ഉപയോഗിക്കുന്നത് പോലെ നമ്മളോട് ഉപയോഗിച്ചിരിക്കുകയാണ്. പ്രവാചകന്മാരുടെ രക്തത്തിന് കുറ്റക്കാരനാകാൻ നിങ്ങൾ എല്ലാ വിശുദ്ധന്മാരെയും കൊല്ലണമെന്നില്ല, എല്ലാരെയും കൊല്ലണമെന്നില്ല. ദൈവീയ ന്യായവിധിക്ക് 10 കൽപ്പനയിലെ എല്ലാം ലംഘിക്കണമെന്നില്ല. പാപം ചെയ്യാനുള്ള ആഗ്രഹത്തെയാണ് ദൈവം വിധിക്കുന്നത്. അപ്പൊ ഗോഡ് കൺസിഡേഴ്സ് യുവർ ടെൻഡൻസി ആൻഡ് പ്രൊപ്പൻസിറ്റി ടു കമ്മിറ്റ് ഈവിൾ. അപ്പൊ ആ പൂർവ്വപിതാക്കന്മാര് എന്ത് ചെയ്തോ, ആ അതിക്രമം ചെയ്ത ആ പ്രവാചകന്മാരെ കൊന്ന അവരുടെ ആത്മാവ് യേശുക്രിസ്തുവിന്റെ സമയത്തെ ആൾക്കാർക്കും അതേ മെന്റാലിറ്റിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആബേലിന്റെ മുതലുള്ള രക്തത്തിന് നിങ്ങൾ കുറ്റക്കാരനാണ് യേശുക്രിസ്തു അന്നത്തെ ആൾക്കാരോട് അവിടെ പ്രസ്താവിച്ചത്. മനുഷ്യന്റെ തെറ്റായ പ്രവർത്തനങ്ങൾക്ക് ഭൂമിയിലെ കോടതിയിൽ നമ്മൾ വിധിക്കുന്നു. ഒരുത്തൻ മറ്റൊരുത്തനെ കൊന്നതിൽ കോടതി അവനെ വിധിക്കുന്നു. കൊലപാതകങ്ങളും നരഹത്യകളും നിത്യസംഭവമാണ്. ഒരുവന്റെ ഉദ്ദേശത്തിനും പ്രവർത്തിക്കും അനുസരിച്ച് വിധി കൽപ്പിക്കുന്നു. എന്നാൽ ഇവിടെ ഭൂമിയിൽ അങ്ങനെ ഒരുത്തിനെ കൊന്നെങ്കിൽ മാത്രമേ വധശിക്ഷ വരൂ. എന്നാൽ ബൈബിളിൽ തന്നെ ഒരു സ്വർഗത്തിൽ ഒരുവന്റെ ഹൃദയത്തിലുള്ള കൊലപാതക ചിന്ത തന്നെ പാപത്തെ ദൈവം അവിടെ വിധിക്കുകയാണ്. പാപം ചെയ്യുന്നതിനുള്ള ഒരു പ്രവണതയാണ് ദൈവം വിധിക്കുന്നത്. കൊലപാതകം ചെയ്യുന്നതിന് പ്രേരിപ്പിക്കുന്ന ഒരുവന്റെ ആത്മാവിനെ ദൈവം നോക്കുന്നു. കൊലപാതകം എന്ന പ്രവൃത്തിയായിരിക്കാം ഭൂമിയിലെ കോടതി വിധിക്കുന്നത്. എന്നാൽ ഒരുത്തിനെ നശിപ്പിക്കുവാൻ മറ്റൊരുത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന വഞ്ചനയെ ദൈവം വിധിക്കുന്നു. ഇവിടെ നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ടല്ലോ, അവിടെ പഴയ നിയമത്തില് കൊലപാതകം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആക്ട് ആണ്, കൊലപാതകം ചെയ്യരുത്. അപ്പൊ അവിടെ വ്യഭിചാരം ചെയ്തെന്ന് പറഞ്ഞാൽ ഇല്ലീഗലായിട്ടുള്ള സെക്ഷൽ യൂണിയനെ കുറിച്ചാണ് പഴയ നിയമത്തിൽ. എന്നാൽ യേശുക്രിസ്തു പുതിയ നിയമത്തിൽ പറയുമ്പോൾ എന്താണ്, ഒരു സ്ത്രീയെ നമ്മൾ ആ നിലയിൽ നോക്കിയാൽ തന്നെ ഹൃദയത്തിൽ കൊണ്ട് നമ്മൾ വ്യഭിചാരം ചെയ്തതാണ് പറയുന്നത്. അപ്പൊ നമ്മള് ആ മനസ്സിന്റെ ചിന്തയാണ് യഥാർത്ഥത്തിൽ വ്യഭിചാരം. ആ ഫിസിക്കൽ ആക്ഷൻ നടന്നില്ലെങ്കിലും പഴയ നിയമകാലത്ത് ഫിസിക്കൽ ആക്ഷൻ നടന്നെങ്കിൽ മാത്രമേ അവിടെ ശിക്ഷയുണ്ടായിരുന്നു, പാപം ഉണ്ടായിരുന്നു. പുതിയ നിയമകാലത്ത് വന്നുള്ളപ്പം നമ്മുടെ മനസ്സിലെ അതാണ് യേശുക്രിസ്തു അവിടെ പറഞ്ഞിരിക്കുന്നത്. അവരുടെ ആ കൊല്ലുവാനുള്ള ആ ടെൻഡൻസി, ആ
അതുകൊണ്ടാണ് അവരുടെ ഹാബീല് മുതലുള്ള ഇവരുടെ തലമേൽ വരുമെന്ന് അവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ മണി 9 പോകുന്നതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ദൈവം അനുവദിച്ചാല് വരുന്ന ആഴ്ച ബാക്കി നമുക്ക് തുടരാം. എന്നേലും 1-2 മിനിറ്റ് എന്നേലും ചോദിക്കാനുണ്ടോ? അല്ലെങ്കിൽ ഈ മനുഷ്യദേഹത്തിനും മനുഷ്യ പ്രാണനും അതിനെ കുറിച്ച് ചരക്കെന്നാ ഇവിടെ പറഞ്ഞേക്കുന്നത്. എന്റെ ഒരു നീചമായ വാക്ക്, അത് കാർഗോ എന്നുള്ള അത് മനുഷ്യനെ കാർഗോ പോലെ 28 സാധനങ്ങൾ ബോഡി. അപ്പം ഇന്നും പിന്നെ ഇവിടെ നിന്നും മനുഷ്യജീവന് യാതൊരു വിലയുമില്ല. അതിലും വിലയുള്ള മോളി പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇപ്പം കേരളം വളരെ അകപ്പതിച്ചിരിക്കുക. എല്ലായിടത്തും അതായത് ദൈവമില്ലെങ്കിൽ അവർക്ക് മൃഗത്ത് എന്ത് നല്ല മൃഗത്തിന് തന്നെ കരുണയുള്ള മൃഗമുണ്ടല്ലോ. വിശക്കുമ്പോഴാണല്ലോ കൊല്ലുന്നത്, അല്ലാത്തപ്പം കൊല്ലുകയില്ല. എന്നാലും ഈ മൃഗത്തെക്കാൾ അതപ്പതിക്ക് മനുഷ്യൻ ആത്മാവില്ലാതെ സാത്താൻ ഡീമൺ പോസഷനാകുമ്പോൾ അവൻ ഏതും ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഇവിടെ തന്നെ ഒരു ചെറിയ ബാബിലോണാണോന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലേ. All world is coming to a single, the same Babylonian culture ആണ്. അത് മുഴുവൻ അത് കേരളത്തിലെ തന്നെ ഞാൻ വിശ്വസിക്ക് ഞാൻ വായിക്കാറുണ്ട്. എനിവേ താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലസ്. വരുന്ന ആഴ്ച കാണാം. താങ്ക് യു.